blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈ സമയത്ത് ലോകം എമ്പാടുമുള്ള ദശലക്ഷങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ സാധ്യമാക്കി തീർത്ത എൻ്റെ പിന്നിലെ സാമ്പത്തിക സഹകാരികൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, സൗദിയിൽ നിന്നുള്ള റാണി ബൈജുവിനായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ റൈറ്റ് ബ്രസ്റ്റിലുള്ള ഫൈബ്രോയിഡ് യേശു കർത്താവിൻ്റെ നാമത്തിൽ പൂർണ്ണമായി മാറി സൗഖ്യമാകട്ടെ. മറ്റുള്ള റിലേറ്റഡ് ഇഷ്യൂസ് മുഴുവൻ യേശുവിൻ്റെ നാമത്തിൽ മാറി സൗഖ്യമാകട്ടെ. തെങ്കാശിയിൽ നിന്നുള്ള ജോസഫ് വർഗീസിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് തൻ്റെ കുടുംബത്തിലെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ട് സമാധാനം നിറഞ്ഞ ഒരു ജീവിതം നയിക്കാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. അങ്ങയുടെ നാമത്തിൽ കർത്താവെ ഈ സമയത്ത് ഇവരെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മാവേലിക്കര ഏപ്രിൽ 29 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. താലൂക്ക് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയം, പൂക്കട ജംഗ്ഷൻ, മാവേലിക്കര. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോലഞ്ചേരി ഏപ്രിൽ 30 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സെന്റ് പീറ്റേഴ്സ് കോളേജ് ഓഡിറ്റോറിയം, കോലഞ്ചേരി. Romans chapter 12 verse number 1. റോമാലേഖനം 12:1. Therefore I urge you, brothers and sisters, in view of God's mercy, to offer your bodies as a living sacrifice, holy and pleasing to God. This is your true and proper worship. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി അർപ്പിക്കുവിൻ. Listen to me please. ദയവായി ശ്രദ്ധിച്ചാൽ. I have observed some believers. ഞാൻ ചില വിശ്വാസികളെ നിരീക്ഷിച്ചിട്ടുണ്ട്. Sunday, ഞായറാഴ്ച in the worship service, ആരാധനയിടയിൽ they dance and jump and do somersault and worship the Lord. അവര് ചാടി തുള്ളി തലകുത്തി മറിഞ്ഞ് കർത്താവിനെ ആരാധിക്കുന്നു. They do everything. എല്ലാം ചെയ്തു കൂട്ടുന്നു. But from Monday to Saturday they live in unholiness. എന്നാൽ തിങ്കൾ മുതൽ ശനി വരെ അവർ അശുദ്ധിയിൽ ജീവിക്കുന്നു. Foul language, മോശമായ ഭാഷകൾ, foul works. തെറ്റായ പ്രവൃത്തികൾ. We can see them in the company of dirty people. അശുദ്ധരായ ആളുകളുമായിട്ടുള്ള ആ കൂട്ടുകെട്ടിൽ അവരെ നമുക്ക് കാണാൻ കഴിയും. Next Sunday without fail they come again. അടുത്ത ഞായറാഴ്ച ഒരു മുടക്കം കൂടാതെ അവർ വീണ്ടും They shake their bodies and worship. ശരീരം കുലുക്കി ആരാധിക്കും. Romans 12:1 says that kind of a worship will not be acceptable to the Lord. റോമാലേഖനം 12:1 പറയുന്നു, അങ്ങനെയുള്ള ആരാധന കർത്താവിന് പ്രസാദകരമല്ല. It can please the worship leaders. വർഷിപ്പ് ലീഡ് ചെയ്യുന്നവരെ അത് സന്തോഷിപ്പിക്കും. Because when a person is leading the worship, when people make some noise, worship leaders are happy. Today it is good. ആരാധന നയിക്കുന്ന വ്യക്തികൾ ചില ആളുകൾ നൃത്തം ചെയ്യുന്നത് കാണുമ്പോൾ ഇന്ന് കൊള്ളാം, നല്ല ആരാധനയാണെന്ന് പറയും. It may not be acceptable before the holy God. പക്ഷേ വിശുദ്ധനായ ദൈവത്തിന് മുൻപിൽ ആ ആരാധന പ്രസാദകരമാകണമെന്നില്ല. Shall we read the verse once again? ആ വചനം നമുക്ക് ഒരിക്കൽ കൂടി വായിക്കാം. Romans 12:1. റോമാലേഖനം 12:1. Therefore I urge you, brothers and sisters, in view of God's mercy, to offer your bodies as a living sacrifice, holy and pleasing to God. This is your true and proper worship. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന്
പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുവിൻ. Can I tell you a secret? ഒരു രഹസ്യം ഞാൻ നിങ്ങളോട് പറയാം. In the New Testament, your body is the cathedral. പുതിയ നിയമത്തിൽ നിന്റെ ശരീരമാണ് ദൈവത്തിന്റെ ആലയം. Your body is the temple of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ആലയം നിങ്ങളുടെ ശരീരമാണ്. You cannot let your body go in the way of unholiness, and you cannot let your spirit go in the way of holiness. നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ അശുദ്ധിക്ക് വേണ്ടി വിട്ടുകൊടുത്തിട്ട് നിങ്ങളുടെ ആത്മാവ് കൊണ്ട് വിശുദ്ധിയിൽ കർത്താവിനെ ആരാധിക്കുവാൻ കഴിയുകയില്ല. No way. ഒരിക്കലും You have സാധ്യമല്ല. to offer your bodies as a living sacrifice, holy unto the Lord, acceptable unto the Lord. That is the proper worship. നമ്മുടെ ശരീരത്തെ കർത്താവിന്റെ സന്നിധിയിൽ വിശുദ്ധയാഗമായി നമ്മൾ അർപ്പിക്കണം. അതാണ് യഥാർത്ഥ ആരാധന. Say hallelujah. ഒരു ഹല്ലേലൂയ. Blessing number 4. നാലാമത്തെ അനുഗ്രഹം, We become useful to the master. യജമാനന് പ്രയോജനമുള്ളവരായി നമ്മൾ മാറുന്നു. That is one of the blessings. അത് മറ്റൊരു അനുഗ്രഹമാണ്. 2 Timothy chapter 2 verse number 21. 2 തിമോഥെയോസ് 2:21. Those who cleanse themselves from the latter will be instruments for special purposes, made holy, useful to the master, and prepared to do any good work. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. The Bible says utensils and dishes can be used for many different purposes. വചനം പറയുന്നു പാത്രങ്ങൾ പലവിധ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയും. Some are used for ignoble purposes and some are used for noble purposes. ചില പാത്രങ്ങളെ നമ്മൾ ഹീനകാര്യങ്ങൾക്കും ചില പാത്രങ്ങൾ നമ്മൾ മാനമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. But if you cleanse your vessel, God will use your vessel for noble purposes. എന്നാൽ നിങ്ങളാകുന്ന പാത്രങ്ങളെ നിങ്ങൾ വിശുദ്ധീകരിക്കുകയാണെങ്കിൽ ദൈവം മാന്യമായ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കും. Blessing number 5. അഞ്ചാമത്തെ അനുഗ്രഹം, We will grow stronger. നാം ശക്തരായി വളരും. Through holiness, we can grow stronger. നമുക്ക് വിശുദ്ധിയിലൂടെ കൂടുതൽ ബലം പ്രാപിക്കാൻ കഴിയും. Job chapter 17 verse number 9. ഇയ്യോബ് 17:9 വചനം. Nevertheless, the righteous will hold to their ways, and those with clean hands will grow stronger. നീതിമാനോ തന്റെ വഴിയെ തുടർന്ന് നടക്കും, കൈവെടിപ്പുള്ളവൻ മേൽക്കുമേൽ ബലം പ്രാപിക്കും. Hallelujah. Hallelujah. When you walk in the Lord, when you walk in holiness, you will grow stronger and stronger every day. നിങ്ങൾ വിശുദ്ധിയിൽ നടക്കുമ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും നിങ്ങൾ മേൽക്കുമേൽ ബലം പ്രാപിക്കും. Shout a big hallelujah. വലിയ ഹല്ലേലൂയ. Number 6. 6. The second death has no power over such people. രണ്ടാം മരണത്തിന് അങ്ങനെയുള്ളവരുടെ മേൽ ഒരു ശക്തിയുമില്ല. Hallelujah. ഹല്ലേലൂയ. Revelation chapter 20 and verse number 6. വെളിപ്പാട് പുസ്തകം 20:6. Blessed and holy are those who share in the first resurrection. The second death has no power over them, but they will be priests of God and of Christ, and will reign with him for 1,000 years. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട് വാഴും. Hallelujah. ഹല്ലേലൂയ. So only those who lead a holy life on earth will be with the Holy Father forever. ഈ ഭൂമിയിൽ വിശുദ്ധ ജീവിതം നയിക്കുന്നവർക്ക് മാത്രമേ വിശുദ്ധനായ പിതാവിന്റെ കൂടെ ജീവിക്കാൻ കഴിയുകയുള്ളൂ. After 60 years or 80 years or 90 years or 100 years, one day we all will die. 60 വയസ്സിന് ശേഷം 70, 80, 90 ശേഷം നമ്മൾ ഒരിക്കലും ഒരു ദിവസം മരിക്കും. But the Bible says that is called the first death. അതിനെയാണ് ബൈബിൾ ആദ്യത്തെ മരണം എന്ന് There പറയുന്നത്. is something called second death. എന്നാൽ രണ്ടാമത്തെ മരണമുണ്ട്. What is second death? എന്താണ് രണ്ടാം മരണം? Second death is this: all the unsaved people, all people who are not living a holy life here, will be thrown into the lake of fire. That is called second death. രക്ഷിക്കപ്പെടാത്ത ഏവരും വിശുദ്ധിയിൽ ജീവിക്കാത്ത ഏവരും തീപ്പൊയ്കയിലേക്ക് വലിച്ചെറിയപ്പെടും. അതിനെയാണ് രണ്ടാം മരണം എന്ന് വിളിക്കുന്നത്. But if you are leading a holy life, the second death will have
no power over you. എന്നാൽ നിങ്ങൾ ഒരു വിശുദ്ധിയുള്ള ജീവിതം നയിക്കുകയാണെങ്കിൽ ഈ രണ്ടാം മരണത്തിന് നിങ്ങളുടെ മേൽ യാതൊരു അധികാരവും ഉണ്ടായിരിക്കില്ല. Shout a big hallelujah. ഒരു വലിയ ഹല്ലേലൂയ. God has made it so easy for us. കർത്താവ് നമുക്ക് വേണ്ടി അത് വളരെ ലളിതമാക്കി തന്നിട്ടുണ്ട്. Blessing number 7. ഏഴാമത്തെ അനുഗ്രഹം. It helps us to sustain our blessings once received. നമ്മൾ ഒരിക്കൽ പ്രാപിച്ച അനുഗ്രഹങ്ങളെ നിലനിർത്തുവാൻ ഇത് സഹായിക്കുന്നു. Some of them receive great blessings. ചില ആളുകൾക്കൊക്കെ വലിയ അനുഗ്രഹങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. Supernatural healing miracles. പ്രകൃത്യാതീതമായ രോഗസൗഖ്യങ്ങൾ. Many people are coming out of alcoholism. നിരവധി ആളുകൾ മദ്യപാനത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നു. Financial breakthroughs. സാമ്പത്തിക വിടുതലുകൾ. Uncounted thousands of blessings. എണ്ണിക്കൂടാനാവാത്ത ആയിരക്കണക്കിന് But അനുഗ്രഹങ്ങൾ. when we observe, many of them lose the blessings after a few days or after a few years. എന്നാൽ നമ്മൾ പിന്നീട് കാണുന്നു ചില ആളുകൾ ചില മാസങ്ങൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം ആ അനുഗ്രഹങ്ങളൊക്കെ Some നഷ്ടപ്പെടുത്താറുണ്ട്. people lose their healing. ചില ആളുകൾ രോഗസൗഖ്യം നഷ്ടപ്പെട്ടു. Some people lose their deliverance. അവരുടെ വിടുതൽ നഷ്ടപ്പെടുന്നു. Why? എന്തുകൊണ്ട്? Have you ever asked such a question? നിങ്ങൾ അങ്ങനത്തെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? Why are they losing the deliverance or blessing? എന്തുകൊണ്ടാണ് അവർക്ക് ലഭിച്ച അനുഗ്രഹവും വിടുതലും നഷ്ടപ്പെട്ടു പോകുന്നത്? John chapter 5 verse number 14. യോഹന്നാന്റെ സുവിശേഷം 5:14. Jesus is the one who is clarifying the doubt. യേശു തന്നെയാണ് ഈ സംശയം വ്യക്തമാക്കുന്നത്. Later, Jesus found him at the temple and said to him, "See, you are well again. Stop sinning or something worse may happen to you." അനന്തരം യേശു അവനെ ദൈവാലയത്തിൽ വെച്ച് കണ്ട് അവനോട്, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. Say hallelujah. ഹല്ലേലൂയ. What is Jesus saying here? ഇവിടെ എന്താ യേശു പറയുന്നേ? There was a man who was sick for so many years. ഒരു വ്യക്തി ഉണ്ടായിരുന്നു വളരെ വർഷങ്ങളായി രോഗിയായവൻ. Jesus came to him and healed him. യേശു അവന്റെ അടുക്കൽ വന്ന് അവനെ സൗഖ്യമാക്കി. And he was healed. അവൻ സൗഖ്യമായി. Later, after some time, Jesus met the healed man once again. എന്നാൽ ചില നാളുകൾക്ക് ശേഷം ഈ സൗഖ്യമായ വ്യക്തിയെ യേശു ഒരിക്കൽ കണ്ടുമുട്ടി. He met him in the temple. ദൈവത്തിന്റെ ആലയത്തിൽ വെച്ച് കണ്ടുമുട്ടി. That means still he was in faith. അപ്പോൾ അതിന്റെ അർത്ഥം അവൻ അപ്പോഴും വിശ്വാസത്തിൽ തന്നെയാണ്. Hallelujah. ഹല്ലേലൂയ. Just like you are in blessing center, this man was in the temple. നിങ്ങൾ ഇപ്പോൾ ബ്ലെസ്സിംഗ് സെന്ററിൽ ഇരിക്കുന്ന പോലെ ഈ വ്യക്തി ദൈവാലയത്തിൽ ഇരിക്കുകയാണ്. But Jesus gave him a warning. പക്ഷെ ഒരു വാർണിംഗ്, ഒരു സൂചന കർത്താവ് കൊടുത്തു. What was the warning? എന്തായിരുന്നു ഇത്? Hey guy, you should not sin again so that worse thing may happen to you. നോക്കൂ, അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനി മേലാൽ പാപം ചെയ്യരുത്. Meaning, if you continue your life of sin, the blessing, the healing, the miracle that you received may be lost. നീ നിന്റെ പാപജീവിതം നീ തുടർന്നു കഴിഞ്ഞാൽ നീ ഒരിക്കൽ പ്രാപിച്ച അനുഗ്രഹം നിനക്ക് നഷ്ടപ്പെടാം. This is a principle for all of us. നമുക്ക് എല്ലാവർക്കുമുള്ള ഒരു തത്വമാണ്. The Lord is showering a lot of blessings upon us. നമ്മുടെ മേൽ കർത്താവ് നിരവധി അനുഗ്രഹങ്ങൾ പകരാറുണ്ട്. But it's our duty to live a holy life. എന്നാൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. If we turn back to sinful life, we may lose the healing that we have പഴയ received. പാപജീവിതത്തിലേക്ക് നമ്മൾ മടങ്ങിപ്പോയാൽ നമ്മൾ ലഭിച്ച അനുഗ്രഹങ്ങൾ നമുക്ക് നഷ്ടമാകും. Somebody say hallelujah. ഒരു ഹല്ലേലൂയ. Hebrews chapter 12 and verse number 4. എബ്രായ ലേഖനം 12:4. This is something very important. വളരെ പ്രധാനപ്പെട്ട കാര്യം. In your struggle against sin, you have not yet resisted to the point of shedding your blood. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. In other words, we are supposed to resist to the point of shedding blood in our struggle against sin. ഇതിന്റെ അർത്ഥം ഇതാണ്, പാപത്തോട് നമ്മൾ പോരാടുമ്പോൾ നമ്മൾ നമ്മുടെ ജീവൻ കൊടുക്കുന്ന ആ അവസ്ഥ വരെ നമ്മൾ എതിർത്ത് നിൽക്കണം. We are living in a sinful world, നമ്മൾ പാപം നിറഞ്ഞ ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. full of sins everywhere. എല്ലായിടത്തും പാപങ്ങൾ. But in this struggle, we have to resist the sin till the point of shedding our blood. നമ്മൾ ഈ ഒരു പാപത്തോടുള്ള യുദ്ധത്തിൽ നമ്മൾ പ്രാണൻ വെടിയുന്ന അവസ്ഥ വരെ നമ്മൾ എതിർത്ത് നിൽക്കണം. In other words, holiness is more precious than our own life. മറ്റൊരു വാചകത്തിൽ പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ജീവനേക്കാൾ വിലപിടിച്ചതാണ് വിശുദ്ധി. അടുത്ത ആളോട് പറഞ്ഞു കൊടുക്കാമോ? സ്വന്തം ജീവനേക്കാൾ വലുതാണ് വിശുദ്ധി. ഹല്ലേലൂയ. വിശുദ്ധിയിൽ ജീവിക്കേണ്ടതിന് ജീവൻ കൊടുക്കേണ്ടി വന്നാലും മടിക്കരുത്.
Hallelujah. ഹല്ലേലൂയ. I read about a small animal which is found in Northern Europe and Asia. നോർത്തേൺ യൂറോപ്പിലും ഏഷ്യയിലും കാണപ്പെടുന്ന ഒരു ചെറിയ ജീവിയെ കുറിച്ച് ഞാൻ കണ്ടു. This animal is a small animal is called the ermine. ഇതിനെ വെള്ളനീർനായ എന്ന് വേണമെങ്കിൽ പറയാം. The ermine. It is this animal has a speciality. ഈ മൃഗത്തിന് ഒരു പ്രത്യേകതയുണ്ട്. Its fur is brown in color. ഇതിന്റെ ആ രോമം എന്നുള്ളത് ഒരു ബ്രൗൺ കളറാണ്. But in winter season it will become so white, snow white. എന്നാൽ ഒരു മഞ്ഞുകാലം വരുമ്പോൾ ഇതിന്റെ ആ രോമമെല്ലാം വളരെ മഞ്ഞ് പോലെ തന്നെ വെള്ളയായി മാറും. Silky milky white. അത്രയും മഞ്ഞ് പോലെ ഹിമം പോലെ വെളുത്തിരിക്കും. So beautiful. അത്രയും മനോഹരമായിരിക്കും. And this animal has a special quality. ഈ മൃഗത്തിന് ഒരു പ്രത്യേകമായ ക്വാളിറ്റി ഉണ്ട്. The ermine will not allow any dirt to soil his white garment. ഈ ഏർമിൻ എന്ന് പറയുന്ന മൃഗം തന്റെ ഈ വെള്ളക്കുപ്പായത്തിൽ ഒരു ചെറിയ അഴുക്ക് പോലും വീഴാൻ സമ്മതിക്കില്ല. No way. ഒരു രക്ഷയില്ല. It wants to keep the body, the fur so white and clean. തന്റെ ആ രോമക്കുപ്പായം വളരെ ശുഭ്രമായി അത് പഞ്ഞി പോലെ വെളുത്തിരിക്കും. So sometimes the hunters will come to catch these animals. വേട്ടക്കാർ പലപ്പോഴും ഈ മൃഗത്തെ പിടിക്കാൻ വരും. But for hunters it is very easy to catch this animal. ഈ വേട്ടക്കാർക്ക് ഇതിനെ പിടിക്കാൻ എളുപ്പമാണ്. Why? എന്തുകൊണ്ടാണെന്ന് അറിയാമോ? They don't need to use a gun. ഒരു ഗൺ ഉപയോഗിക്കേണ്ട. No missile. മിസൈല് വേണ്ട. No weapon is needed. ഒരു ആയുധവും വേണ്ട. What they do is this. അവർ ചെയ്യുന്ന ഇതാണ്. They will take some mud or dirt. ഒരു അഴുക്ക് നിറ ചെളി അവരെടുത്തിട്ട് And they will go to their house. അവരുടെ മാളത്തിലേക്ക് പോകും. And they will put mud and dirt in his house. ആ മാളത്തിനടുത്തെല്ലാം ഈ ചെളി പൊത്തും. And at the entrance. ആ വാതിൽക്കലെല്ലാം. And they will let loose their dogs. The hunters will let their dogs chase the animal. ഈ അവരുടെ വേട്ടപ്പട്ടികളെ കൊണ്ട് ഈ മൃഗത്തെ ഓടിക്കും. And the dogs will start chasing ermine. ഈ ഏർമിനെ ഈ വേട്ടപ്പട്ടികൾ ഓടിച്ചിടുമ്പോൾ And the ermine will rush to its house. ഏർമിൻ എന്ത് ചെയ്യും? തന്റെ മാളത്തിലേക്ക് അത് ഓടും. When they reach the house, മാളത്തിനടുത്ത് എത്തുമ്പോൾ it is full of dirt. മുഴുവൻ അഴുക്കാണ്. Inside it can hide and escape from the dogs. അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഈ പട്ടികളിൽ നിന്ന് രക്ഷപ്പെടാം. But it will not enter. എന്നാൽ അത് കയറുകയില്ല. It will not enter. അത് ഒരിക്കലും കയറുകയില്ല. At the entrance it will be stuck. ആ മാളത്തിന്റെ കവാടത്തിൽ അത് നിൽക്കും. Then the dogs will catch it. അപ്പോൾ വേട്ടപ്പട്ടികൾ അതിനെ പിടിക്കും. No need of any gun. ഗണ്ണൊന്നും വേണ്ട. The ermine is ready to give up his life for holiness. ഈ ഏർമിൻ വിശുദ്ധിക്ക് വേണ്ടി തന്റെ ജീവൻ വെടിയാനും തയ്യാറാണ്. It will not allow any dirt to stick on his fur, white fur. തന്റെ ഈ വെളുത്ത രോമക്കുപ്പായത്തിൽ ഒരു അഴുക്ക് പോലും പറ്റിപ്പിടിക്കുവാൻ ഈ ഏർമിൻ അനുവദിക്കുകയില്ല. We know the story of Joseph. നിങ്ങൾക്ക് യോസേഫിന്റെ കഥ അറിയാമോ? He was ready to go to jail for holiness rather than doing any sin with anyone. ഒരാളുമായി പാപം ചെയ്യാൻ സമ്മതിക്കാതെ ജയിലിൽ പോകുവാനുള്ള ശിക്ഷ വരെ ഏറ്റെടുക്കുവാൻ യോസേഫ് തയ്യാറായി. He spent 13 years, good youthful years in prison. He would rather choose holiness than sinning with any woman. ഒരു സ്ത്രീയുമായിട്ട് താൻ പാപം ചെയ്യാതെ താൻ ഇരുന്നതുകൊണ്ട് 13 വർഷം താൻ ജയിലിലടക്കപ്പെട്ടു. Hallelujah. Hallelujah. They sacrificed everything to keep their garment of life clean and holy. അവർ അവരുടെ ജീവിത വസ്ത്രം വിശുദ്ധിയോടെ സൂക്ഷിക്കുവാനായി അവർ വലിയ ത്യാഗം ചെയ്തു. This is the challenge the Holy Spirit is giving us today. ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വെല്ലുവിളി ഇതാണ്. If a small animal is so keen to keep his holiness, how much more as a child of God we should keep the holiness. ഒരു ചെറിയ മൃഗം തന്റെ ആ വസ്ത്രത്തെ വിശുദ്ധിയായിട്ട് സൂക്ഷിക്കുവാൻ വേണ്ടി അത്രയും വലിയ ത്യാഗം ചെയ്യുന്നെങ്കിൽ നമ്മൾ ദൈവമക്കൾ എത്രത്തോളം വില കൊടുക്കണം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഉദയ്പൂർ ഏപ്രിൽ 28 വ്യാഴം. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. വിവേകാനന്ദ ഓഡിറ്റോറിയം, മോഹൻലാൽ സുഖാദിയ യൂണിവേഴ്സിറ്റി ക്യാമ്പസ്.
സഹോദരിയുടെ പേര് ബിജി ജയരാജ് എന്നാണ്. തൻ്റെ ഭർത്താവിന് ദൈവം കൊടുത്ത ഒരു സാക്ഷ്യവുമായിട്ടാണ് ഈ സഹോദരി ഇന്നിവിടെ നിൽക്കുന്നത്. സഹോദരി പറഞ്ഞത് ഇങ്ങനെയാണ്: ഏതാണ്ട് 11 വർഷത്തോളമായി ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട്. താൻ വിവാഹിതയായി ആ വീട്ടിൽ ചെല്ലുമ്പോഴും തൻ്റെ ഭർത്താവിന് നടുവിന് വേദനയുണ്ടായിരുന്നു. അതിന് കാരണം തൻ്റെ ഭർത്താവ് ഒരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. അന്നത്തെ ഈ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന നാളുകളിലൊക്കെ ഒത്തിരി വീഴ്ചയുടെ ഫലമായിട്ടാണ് തൻ്റെ നടുവിന് ആഘാതങ്ങൾ സംഭവിക്കുകയും ആ വേദന വന്നിട്ടുള്ളത് എന്നാണ് താൻ പറഞ്ഞിരുന്നത്. അന്നു മുതൽ ഇവരെ ഓരോ ദിവസവും ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരുന്നു. ആ മരുന്ന് കഴിക്കുന്ന ആ സമയത്തേക്ക് മാത്രമേ നടുവേദന അല്പം നേരത്തേക്ക് മാറി നിൽക്കും, പിന്നെ വീണ്ടും വരും. അങ്ങനെ ജോലിക്കൊന്നും സ്ഥിരമായി പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. തൻ്റെ ഭർത്താവ് ഒരു പെയിൻറ്ററാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോലിക്കൊന്നും പോകാതെ ഇരുന്നതുകൊണ്ട് കുടുംബത്തിലെ സാമ്പത്തിക അവസ്ഥയൊക്കെ വളരെ മോശമായി മാറിയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് താൻ ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം കാണാൻ തുടങ്ങിയത്. അന്നു മുതൽ താൻ കോൾ സെൻറ്ററിലേക്ക് വിളിക്കും. സിസ്റ്റർ പറഞ്ഞത് ഡാമിയൻ ബ്രദറിനെ പലപ്പോഴും തനിക്ക് ലൈനിൽ കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. കോൾ സെൻറ്ററിലേക്ക് വിളിക്കുമ്പോഴെല്ലാം അവിടെ നിന്നും അവർ പറയും ഒരു കുഴപ്പം ഉണ്ടാവില്ല, ദൈവം സൗഖ്യമാക്കും എന്നൊക്കെ പറയും. അതുപോലെ തന്നെ കഴിഞ്ഞ തവണ നടന്ന റാന്നി ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ താൻ പങ്കെടുത്തു, മുണ്ടക്കയം ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ താൻ പങ്കെടുത്തു. അന്നൊക്കെ താൻ പ്രാർത്ഥിച്ചിരുന്നു. അപ്പോഴെല്ലാം തൻ്റെ ഭർത്താവിൻ്റെ ശരീരത്തിൽ ഒരു ദൈവപ്രവൃത്തി നടന്നുകൊണ്ടിരുന്നു എന്നാണ് പറഞ്ഞത്. അടുത്ത ഇടയായിട്ട് ഒരു മാസ് ചെക്കപ്പിന് വേണ്ടി ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്ന സമയത്ത് ഡോക്ടർ സ്കാനിങ് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു തൻ്റെ 2 ഡിസ്കുകൾ വളഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഈ നടുവേദന വിട്ടുമാറാത്തത്. അതിന് മെഡിസിൻ ഒന്നും കഴിച്ചിട്ട് കാര്യമില്ല, ഒരു ഓപ്പറേഷൻ തന്നെ വേണ്ടി വരും, ഓപ്പറേഷനിലൂടെ മാത്രമേ ഇത് ശരിയാകത്തുള്ളൂ എന്ന് പറഞ്ഞു. ഈ ഓപ്പറേഷൻ അപ്പോൾ അന്നത്തെ ദിവസം ഡോക്ടർ പറഞ്ഞു ഒരാഴ്ച കൂടെ കഴിഞ്ഞ് നിങ്ങൾ വരുമ്പോൾ നമുക്ക് ഓപ്പറേഷൻ ഡേറ്റ് ഫിക്സ് ചെയ്യാം എന്ന് പറഞ്ഞു. ഈ സഹോദരി ആകെ വിഷമിച്ചു. കാരണം 1 ലക്ഷം രൂപയോളം ആ സർജറിക്ക് വേണ്ടി ചിലവാകുമായിരുന്നു. ഇവർ 7ാമത്തെ ദിവസം തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ദിവസം ഈ സഹോദരി വീണ്ടും കോൾ സെൻറ്ററിലേക്ക് വിളിച്ചു പ്രാർത്ഥിച്ച സമയത്ത് വീണ്ടും ഒരു ബ്രദറാണ് എടുത്തത്. ആ ബ്രദർ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് നിങ്ങൾ ധൈര്യമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുക, ഒരു കുഴപ്പവും ഉണ്ടാകില്ല, സർജറി നടത്തുവാൻ ആ ദൈവം അനുവദിക്കത്തില്ല, ധൈര്യത്തോടെ പോയിക്കോളാൻ പറഞ്ഞു. നടന്ന അത്ഭുതം, അവിടെ ചെന്ന് ചെക്കപ്പിന് ശേഷം ഡോക്ടർ ചോദിച്ചു എന്തു മരുന്നാണ് നിങ്ങൾ ഉപയോഗിച്ചത്. അങ്ങനെ ഡോക്ടർ ചോദിച്ചു എന്നാണ് പറയുന്നത്. കാരണം ഇപ്പോൾ ഈ സഹോദരന് ഓപ്പറേഷൻ നടത്തേണ്ട ഒരു കാരണവും അവിടെ കാണുന്നില്ല. ഇപ്പോൾ ഒരു കുഴപ്പവും തൻ്റെ നട്ടലിനില്ല, ഡിസ്കുകളെല്ലാം ശരിയായ തരത്തിൽ തന്നെ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഓപ്പറേഷൻ വേണ്ട എന്ന് ഡോക്ടർ പറഞ്ഞു. സെയിം ഡോക്ടർ, അതേ ഡോക്ടർ തന്നെ പറഞ്ഞു. സഹോദരി പറഞ്ഞത് ഇന്ന് ഇപ്പോൾ ഏതാണ്ട് ഇത് കഴിഞ്ഞിട്ട് 3 മാസമാകാൻ പോകുന്നു. ആ ഡോക്ടർ 3 മാസത്തേക്കുള്ള മരുന്ന് കൊടുത്താണ് വിട്ടത്. പക്ഷേ ഇവർ വിശ്വാസത്താൽ അന്ന് തന്നെ മരുന്നൊന്നും കഴിക്കാതായി. 3 മാസമായി ഒരു മരുന്നും കഴിച്ചിട്ടില്ല, ഒട്ടും വേദനയുമില്ല, സ്ഥിരമായിട്ട് തൻ്റെ ഭർത്താവ് ജോലിക്ക് പോകുന്നുണ്ട്, ഒരു കുഴപ്പവും ഇല്ല എന്നാണ് ഈ സഹോദരി സാക്ഷ്യം പറഞ്ഞത്. കൈകൾ രണ്ടും ചേർത്തടിച്ചുകൊണ്ട് ഇപ്പൊ യാതൊരു പ്രശ്നമില്ല. 3 മാസമായിട്ട് മരുന്നുമില്ല. 3 മാസമായിട്ട് മരുന്നുമില്ല. ബൈക്കൊന്നും ഉപയോഗിക്കില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെ 7 ദിവസത്തെ മെഡിസിന് ശേഷം ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിൽ ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു ഇപ്പം നമുക്ക് തൽക്കാലം സർജറിയെ കുറിച്ചൊന്നും ആലോചിക്കേ വേണ്ട, എത്ര കിലോമീറ്റർ വേണേലും ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകാം. നമുക്ക് ഏറ്റവും ഡെസ്പറേറ്റ് ആയിട്ട്, ഏറ്റവും നിരാശപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് കർത്താവ് ഇവർക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്തത്, അല്ലേ? ഓപ്പറേഷൻ്റെ ആ അവസാനത്തെ നിമിഷത്തിലാണ്. ഇതുപോലെ നിൽക്കുന്ന പലരും ഉണ്ടായിരിക്കാം, അവസാനത്തെ കച്ചിത്തുരുമ്പ് പോലെ. സിസ്റ്റർ, എനിക്ക് വലിയൊരു ആഗ്രഹമാണ് എന്നെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ തന്നെ വന്ന ഈ ഒരു അനുഭവ സാക്ഷി പറയണമെന്ന്. അതേതായാലും എൻ്റെ സ്ഥലത്ത് വെച്ച് തന്നെ നടന്നതിൽ സന്തോഷം. പ്രൈസ് ഗോഡ്. ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ വന്ന് പറയണം എന്ന് കരുതി അത് അവരുടെ സ്ഥലത്ത് മുണ്ടക്കയത്ത് വെച്ച് എന്നെ പറയാൻ സാധിച്ചതിലുള്ള സന്തോഷമാണ്. ഇതുപോലെ വലിയ നിരാശയിലൂടെ ആയിരിക്കുന്ന ആരെങ്കിലും ഇന്നിവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവസാനത്തെ നിമിഷത്തിലായിരിക്കാം നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇന്ന് നിങ്ങളുടെ വിടുതലിൻ്റെ ദിവസമാണ്. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കൈകൾ നീട്ടി ഈ സഹോദരി ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാമോ? കർത്താവേ, നീ കൊടുത്ത ഈ വലിയ വിടുതലിനായി നന്ദി, സൗഖ്യത്തിനായി നന്ദി, വലിയ മാറ്റത്തിനായി നന്ദി, അങ്ങയുടെ പ്രവൃത്തികൾക്കായി നന്ദി, അങ്ങ് വിടുവിച്ചതിനായി നന്ദി കർത്താവേ. നിന്റെ നാമത്തിൽ ആ മകനെ കൂടെ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ
ആമേൻ. ശബ്ദമുയർത്തി ഒരു ആമേൻ. ഗോഡ് ബ്ലെസ് യു. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മാവേലിക്കര ഏപ്രിൽ 29 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. താലൂക്ക് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയം, പൂക്കട ജംഗ്ഷൻ, മാവേലിക്കര. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോലഞ്ചേരി ഏപ്രിൽ 30 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സെന്റ് പീറ്റേഴ്സ് കോളേജ് ഓഡിറ്റോറിയം, കോലഞ്ചേരി. നമുക്ക് ഒരുമിച്ചിപ്പോൾ പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ ഈ TV സ്ക്രീനിലേക്ക് കൈനീട്ടി പിടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ സമയത്ത് തന്നെ രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. ഓവറികളിലുള്ള ചില പ്രയാസങ്ങളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്ന സിസ്റ്റുകളാകാം, എക്സ്ട്രാ ഗ്രോത്തുകളാകാം. യേശുവിൻ്റെ നാമത്തിൽ അത് സൗഖ്യമായി ഇപ്പോൾ പൂർണ്ണ വിടുതൽ ഉണ്ടാകട്ടെ. ബ്ലഡ് പ്രഷറിൽ ഏറ്റക്കുറച്ചിലുള്ള ചില വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കരളിൻ്റെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. രക്തക്കുഴലുകൾ തുറന്നു വരട്ടെ, ബ്ലോക്കുള്ളത് മാറട്ടെ, ഹാർട്ട് സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻ ജീസസ് നെയിം. അതുപോലെ തന്നെ മൈഗ്രെയിൻ, സൈനസൈറ്റിസ് പോലെയുള്ള കടുത്ത തലവേദനകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കാൽമുട്ടുകളിൽ കൈമുട്ടുകളിലുമുള്ള വേദനകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ മാറിപ്പോട്ടെ. ക്യാൻസർ സൗഖ്യമാകട്ടെ. മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതകരമായ മക്കളെ കൊടുത്ത് അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ഇപ്പോൾ എല്ലാവരെയും അനുഗ്രഹിക്കും. ഞാൻ പ്രത്യേകിച്ച് നിങ്ങളുടെ പേരോ കാര്യങ്ങളോ പറഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങളുള്ളിൽ വിശ്വസിക്കുക. ഇപ്പോൾ തന്നെ വലിയ വിടുതലുകൾ അവരുടെ ജീവിതത്തിൽ അയച്ചതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ഈ എപ്പിസോഡ് കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഈ ആഴ്ചയിലെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലുകളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ബ്ലെസ്സിംഗ് ടുഡേ റിസോഴ്സസുള്ള പുസ്തകങ്ങൾ, CD കളൊക്കെ ആവശ്യമുള്ളവർക്ക് സ്ക്രീൻ നമ്പറിൽ വിളിക്കാം. ഗോഡ് ബ്ലെസ് യു. ബൈ.